വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേൻ നാസിമാണ്. നമ്മുടെ ചാനലിൽ എങ്ങനെ ഫ്രീ ആയിട്ട് വൺ ഗാർഡിന് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഇപ്പോഴും വൺ ഗാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും 2-3 ലക്ഷം ഒക്കെ കാണിക്കുന്നുണ്ട് ലിമിറ്റ് ആയിട്ട്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫുൾ ആയി കഴിയുമ്പോൾ യുവർ വൺ ഗാർഡ് ഈസ് റിസർവ്ഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു റിസർവ് മാറ്റാൻ എന്ത് ചെയ്യാം? അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. വൺ ഗാർഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ റിസർവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസർവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വൺ ഗാർഡ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വൺ ഗാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്തുള്ള തെറ്റല്ല. ഇത് ഒരു RBI ഗൈഡ് ലൈൻസ് ആണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കും അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കുമാണ് വൺ ഗാർഡിന്റെ കോംപ്ലിമെന്ററി കാർഡുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വൺ ഗാർഡ് വഴി കിട്ടുന്നത്. RBIയുടെ ഒരു പുതിയ റൂൾ പ്രകാരം സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയും അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിനെയും കോംപ്ലിമെന്ററി ക്രെഡിറ്റ് കാർഡുകൾ, അതായത് മറ്റു പ്ലാറ്റ്ഫോമുകളിലെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയും ഫെഡറൽ ബാങ്കിനെയും RBIയുടെ ഒരു ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ബാൻ ചെയ്തിരിക്കുകയാണ്. കോംപ്ലിമെന്ററി കാർഡുകൾ കൊടുക്കുന്നത് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കോംപ്ലിമെന്ററി കാർഡുകൾ കൊടുത്തിരിക്കുന്നത് ബാൻ ചെയ്തിരിക്കുകയാണ്. RBI തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിനോ സൗത്ത് ഇന്ത്യൻ ബാങ്കിനോ ഇതിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം RBIയുടെ ഈ ഒരു ബാൻ ഗൈഡ് ലൈൻസ് മാറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി മുതൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും വൺ ഗാർഡുകൾ കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് വൺ ഗാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ വൺ ഗാർഡുമായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിരുന്നു. ഈ രണ്ട് ബാങ്കുകൾക്ക് ഇനി കാർഡ് നമുക്ക് പ്രീ അപ്രൂവ് ചെയ്ത് തരാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ റിസർവ് എന്ന് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴും ചില ആളുകൾക്ക് വൺ ഗാർഡ് അപ്രൂവ് ആയി കിട്ടുന്നുണ്ട്. ആ ഒരു കാർഡുകൾ മറ്റു രണ്ട് ബാങ്കുകളാണ് കൊടുക്കുന്നത്. CSB കാത്തോലിക് സിറിയൻ ബാങ്കും അതേപോലെ തന്നെ BOB ബാങ്ക് ഓഫ് ബറോഡയുമാണ് ഇത് കൊടുക്കുന്നത്. ഈ രണ്ട് ബാങ്കുകാർക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ റിസർവ് മാറാൻ എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. പല ആളുകളും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിസർവ് എന്നുള്ള കാര്യം മാറ്റുവാൻ വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ വൺ ഗാർഡിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. RBI ഈ ഒരു രണ്ട് ബാങ്കുകൾക്കും ബാൻ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇനി മുതൽ നമുക്ക് വൺ ഗാർഡ് അപ്രൂവ് ആയി കിട്ടത്തുള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ റിസർവ്ഡ് എന്ന് കാണിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു ബാൻ മാറിയതിനു ശേഷം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം ഉറപ്പായിട്ടും വീണ്ടും ഈ ഒരു ബാൻ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ലിമിറ്റ് തന്നെ, ഇപ്പോൾ എത്രയാണോ ലിമിറ്റ് അപ്രൂവ് ആയിരിക്കുന്നത് ആ ഒരു ലിമിറ്റ് തന്നെ നമുക്ക് വൺ ഗാർഡിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ റിസർവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആളുകൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു RBI ഗൈഡ് ലൈൻസ് മാറുന്ന എപ്പോഴാണ് അപ്പോഴേക്ക് ഈ ഒരു ലിമിറ്റ് തന്നെ വൺ ഗാർഡ് അപ്രൂവ് ആക്കി തരുന്നതായിരിക്കും. പിന്നീട് വരുന്ന ഒരു കാര്യമാണ് പല ആളുകൾക്ക് സർവീസ് അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നത്. അതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പക്ഷേങ്കിൽ ചില കസ്റ്റമേഴ്സിന് പിൻകോഡ് അവിടെ ഡെലിവറി കാണത്തില്ല. അതുകൊണ്ട് തന്നെ സർവീസ് അൺഅവൈലബിൾ എന്ന് വൺ ഗാർഡ് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പിൻകോഡ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിസർവ് അല്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വൺ ഗാർഡ് റിസർവ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടിയെന്ന് കരുതുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. എന്താ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.